എവരിവൺ, വെൽക്കം ടു ഡ്രീം എപ്പിക് പ്രതിഭ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡീടോക്സ് ജ്യൂസുമായിട്ടാണ്. ഡീടോക്സ് ജ്യൂസ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആയുർവേദത്തിൽ പറയുന്നത് ഇതൊരു മെഡിസിനൽ ജ്യൂസ് ആണെന്നാണ്. കാരണം ഈ ജ്യൂസ് നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വേസ്റ്റിനെ, അതായത് വർഷങ്ങളായിട്ട് ഉള്ള വേസ്റ്റിനെ വരെ പുറന്തള്ളും. നമ്മുടെ ഇൻഡസ്റ്റൈൻ ക്ലീൻ ആക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഈ ജ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ചെറുതായി ഒരു ഗ്ലോ ഉണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നല്ലൊരു റെമഡിയാണിത്. അതുപോലെ ഷുഗർ, തൈറോയിഡ്, PCOD ഈ അസുഖങ്ങളുള്ളവർക്കും ഇതൊക്കെ നാച്ചുറലി ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഡെയിലി കുടിക്കാവുന്നതാണ്. ഇത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിക്കേണ്ടത്. എന്ത് വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാനിപ്പോ കാണിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ മെഡിസിനൽ ജ്യൂസ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾ. അതായത് നമ്മളിത് മലയാളത്തിൽ കുമ്പളങ്ങ എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷില് ആഷ് ഗാർഡ് എന്ന് പറയും. ഇത് സാധാ കുമ്പളങ്ങയല്ല. നമ്മളിപ്പോ കറി വെക്കുന്ന കുമ്പളങ്ങ നല്ല ഡാർക്ക് പച്ച കളറായിരിക്കും. അതിൽ നിന്ന് ജ്യൂസ് കുറവാണ് കിട്ടുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് എന്ന് പറയുന്നത് കുറവാണ്. കാരണം അതിനുള്ളിലെ കുരു വലുതാണ്. അത് കാരണം തന്നെ നമുക്ക് ജ്യൂസ് കുറച്ചേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഈ കുമ്പളങ്ങയുടെ പുറത്ത് ഇങ്ങനെ ലൈറ്റ് പച്ച കളറും അതുപോലെ ചെറിയ ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട്. ഈ കുമ്പളങ്ങയിൽ നല്ല ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നന്നായി തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ നന്നായി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി ജ്യൂസറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് നന്നായി അരച്ചെടുത്ത് ഒരു തുണിയിലോ, ഒന്നെങ്കിൽ നല്ല വൈറ്റ് തുണിയിൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ 250 ഗ്രാം കുമ്പളങ്ങിയാണ് എടുക്കുന്നത്. മിക്സിയിലാണ് അരക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കാം. ഈ ജ്യൂസിലോട്ട് ഒന്നും ചേർക്കാൻ പാടില്ല. അതായത് ഉപ്പോ ഷുഗറോ അല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ടതില്ല. ഇത് ഇങ്ങനെ വെറുതെ കുടിച്ചാൽ മതി. ഇത് ഒറ്റയടിക്ക് കുടിക്കുകയല്ല വേണ്ടത്. കുറേശ്ശെയായി സിപ്പ് ചെയ്ത് അങ്ങനെ കുടിക്കണം. ഇത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിക്കേണ്ടത്. രാവിലെ എണീറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടുന്നത്. അതുപോലെ ഇത് കുടിച്ചു കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറിന് നേരത്തേക്ക്, മിനിമം 1 മണിക്കൂർ നേരത്തേക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ അകത്ത് ചെന്ന് അവിടെ ക്ലെൻസിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലെത്തി നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അതുപോലെ ഇൻഡസ്റ്റൈനിലെത്തി ഇൻഡസ്റ്റൈനൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യും. വർഷങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റ് ഇത് യൂറിനിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴോ അതങ്ങനെ വേസ്റ്റ് പുറന്തള്ളിക്കോളും. അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഡീടോക്സിങ് ജ്യൂസ് ആണ്. ഇതിന് ആയുർവേദത്തില് മെഡിസിനൽ ജ്യൂസ് എന്നാണ് പറയുന്നത്. നല്ലൊരു മെഡിസിനൽ ജ്യൂസ് ആണ്. പല അസുഖങ്ങളും നമുക്ക് ഹീൽ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ജ്യൂസ് ആണിത്. പിന്നെ ഇത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡിക്ക് മൊത്തം ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക. നല്ലൊരു തണുപ്പ് നമ്മുടെ ബോഡിക്ക് നമുക്ക് അനുഭവപ്പെടും. നമ്മളൊരു വെജിറ്റബിൾ വെച്ചിട്ടാണല്ലോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അത് വിചാരിച്ച് നമുക്ക് ഒരു കയ്പ്പ് ഉണ്ടാവും ഒന്നും തോന്നണ്ട. ഇതിനൊരു ന്യൂട്രൽ ടേസ്റ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. ഇപ്പൊ മധുരം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മധുരമില്ല, കയ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കയ്പില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാം, മടുക്കില്ല. നമുക്ക് കയ്പാണല്ലോ കുടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് എന്തായാലും വരില്ല. ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുടിക്കാൻ പറ്റും. കാരണം ഇതിനൊരു ന്യൂട്രൽ ടേസ്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. കുമ്പളങ്ങി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഡാർക്ക് പച്ച കളറുള്ള ആ കുമ്പളങ്ങി ആകുമ്പോൾ ജ്യൂസ് നമുക്ക് വളരെ കുറവേ കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ കാണിച്ച പോലെ ഇതുപോലെ വൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള കുമ്പളങ്ങി എടുക്കുമ്പോൾ നല്ലവണ്ണം അതിൽ നിന്ന് ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ജ്യൂസ് ഉണ്ടാക്കി കുറെ നേരം സൂക്ഷിച്ചു വെച്ച് പിന്നെ കുടിക്കുക അങ്ങനെ ചെയ്യരുത്. ജ്യൂസ് ഉണ്ടാക്കി ഒരു 15 മിനിറ്റിൽ തന്നെ നമ്മളത് കുടിക്കണം. അങ്ങനെ കുടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബെനഫിറ്റ്സ് എല്ലാം കിട്ടുന്നത്. പിന്നെ കുറെ നേരം വെച്ച് കുടിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ് ടേസ്റ്റ് വരും. അങ്ങനെ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ജ്യൂസ് നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശക്കൊന്നുമില്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വിശപ്പൊന്നും എന്തായാലും അനുഭവപ്പെടില്ല. പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പോ പഞ്ചസാരയോ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ മല്ലിയിലയില്ലേ അത് വേണമെങ്കിൽ കുറച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ അതിന്റെ കൂടെ അരയ്ക്കാവുന്നതാണ്. പക്ഷെ അതും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ ഈ കുമ്പളങ്ങ മാത്രമേ 1 കപ്പ്
കുമ്പളങ്ങ ജ്യൂസ് കിട്ടാൻ 250 ഗ്രാം കുമ്പളങ്ങയാണ് എടുക്കേണ്ടത്. അതെടുത്ത് അരച്ച് ഇതുപോലെ അരിച്ചെടുത്ത് കുടിച്ചാൽ മതി. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ, ഷുഗറൊക്കെ പ്രമേഹമൊക്കെ മാറ്റിയെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ജ്യൂസ് കുടിക്കുന്നത് സ്ഥിരാക്കുക. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാൻ നോക്കുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണിത്. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ അല്ലെങ്കിൽ നാളെ തൊട്ട് തന്നെ നിങ്ങൾ ഇത് കുടിച്ചു തുടങ്ങുക. നല്ലൊരു മെഡിസിൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് കുടിക്കുന്നതുകൊണ്ട് ഹെൽപ്പേ ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും കുടിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അഭിപ്രായം പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.